PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 25 നടക്കാനിരിക്കുന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട്. ഉത്തരം പേഴ്സണൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് തരം അക്കൗണ്ടാണ്? അത് പേഴ്സണൽ അക്കൗണ്ടാണ്. പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിന് രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അടുത്ത ചോദ്യം, പ്രുഡൻഷ്യൽ നോംസ് ആർ റെക്കമെൻഡഡ് ബൈ ദ കമ്മിറ്റി ഹെഡഡ് ബൈ. പ്രുഡൻഷ്യൽ നോംസ് ആർ റെക്കമെൻഡഡ് ബൈ ദ കമ്മിറ്റി ഹെഡഡ് ബൈ. ഉത്തരം നരസിംഹം കമ്മിറ്റി. നമ്മൾ രണ്ട് നരസിംഹം കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയും സെക്കൻഡ് നരസിംഹം കമ്മിറ്റിയും. 1991 ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് പ്രുഡൻഷ്യൽ നോംസ്. ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി അറിയപ്പെടുന്നത് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നാണ്. 97-98 രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റി വരുന്നത്. കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് എന്നാണ് സെക്കൻഡ് നരസിംഹം കമ്മിറ്റി അറിയപ്പെടുന്നത്. അപ്പോൾ പ്രുഡൻഷ്യൽ നോംസ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഫസ്റ്റ് നരസിംഹം കമ്മിറ്റി. പ്രുഡൻഷ്യൽ നോംസിൻ്റെ പൂർണ്ണരൂപം ഇൻകം റെക്കഗ്നിഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രുഡൻഷ്യൽ നോംസ് എന്നാണ്. ഇറാഖ് എന്ന് പറയും. IRAC, ഇൻകം റെക്കഗ്നിഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രുഡൻഷ്യൽ നോംസ്. അടുത്ത ചോദ്യം, ക്യാരിയേജ് ഔട്ട്വാർഡ് ഡെബിറ്റഡ് ടു. ക്യാരിയേജ് ഔട്ട്വാർഡ് ഡെബിറ്റഡ് ടു. ഉത്തരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാരിയേജ് ഔട്ട്വാർഡ് ഡെബിറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ക്യാരിയേജ് ഇൻവേർഡ്സ് ആണെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അടുത്ത ചോദ്യം, ദ ട്രിബ്യൂണൽ ഷുഡ് ബി ഇൻ ദ റാങ്ക് ഓഫ് ഡാഷ്. ദ ട്രിബ്യൂണൽ ഷുഡ് ബി ഇൻ ദ റാങ്ക് ഓഫ് ഡാഷ്. ഉത്തരം ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ ട്രിബ്യൂണൽ ആരായിരിക്കണം? സ്റ്റേറ്റിലെ ജില്ലാ ജഡ്ജി ആയിരിക്കണം. ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 81. ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. സിംഗിൾ മെമ്പറാണ്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ്. ടേംസ് ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നതും ഗവൺമെൻറ് തന്നെയാണ്. ട്രിബ്യൂണലിൻ്റെ സെക്രട്ടറി ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്. നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് വർക്ക്സ് അണ്ടർ. നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് വർക്ക്സ് അണ്ടർ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ NPCIയുടെ അണ്ടറിലാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ NAC വർക്ക് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് IMPSും പേയ്മെൻറ്റ് ബാങ്ക്സും ഒക്കെ വർക്ക് ചെയ്യുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. KCC സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1998. 1998 നബാർഡാണ് KCC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1998. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ നോർമൽ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ദ നോർമൽ വാലിഡിറ്റി പീരീഡ് ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈസ് 5 years. അടുത്ത ചോദ്യം, റിട്ടൺ അക്നോളജ്മെൻറ്റ് ഫോർ ദ റെസീറ്റ് ഓഫ് ദ നോമിനേഷൻ പേപ്പർ ഇൻ ഫോം നമ്പർ ഡാഷ്. റിട്ടൺ അക്നോളജ്മെൻറ്റ് ഫോർ ദ റെസീറ്റ് ഓഫ് ദ നോമിനേഷൻ പേപ്പർ ഇൻ ഫോം നമ്പർ ഡാഷ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുന്നത് ഫോം നമ്പർ 34 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 35, നോമിനേഷൻ ഫോം നമ്പർ 36, നോമിനേഷൻ്റെ അക്നോളജ്മെൻറ്റ് ഫോം നമ്പർ 37, 38 കമ്പാനിയൻ ഡിക്ലറേഷനാണ് കൊടുക്കുന്നത്. ഈ 5 ഫോംസും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റിട്ടൺ അക്നോളജ്മെൻറ്റ് ഫോർ ദ റെസീറ്റ് ഓഫ് ദ നോമിനേഷൻ പേപ്പർ ഇൻ ഫോം നമ്പർ 37. അടുത്ത ചോദ്യം, എ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ്. എ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 4 to 10 members.
ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ JLG കൺസിസ്റ്റ് ചെയ്യുന്നത് 4 മുതൽ 10 ആൾക്കാർ വരെയാണ്. സെക്ഷൻ 18 ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 18 ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ക്യാഷ് റിസർവ് റേഷ്യോ. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ചാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിൻ്റെ 18ാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ച് RBI ആക്ടിൻ്റെ 42ാമത്തെ സെക്ഷനിൽ പറയുന്നു. അടുത്തത് കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ടേം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈസ് ഉത്തരം ഫ്ലെക്സി ഡെപ്പോസിറ്റ്. ടേം ഡെപ്പോസിറ്റിൻ്റെയും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനെയാണ് ഫ്ലെക്സി എന്ന് പറയുന്നത്. ഫ്ലെക്സി ഡെപ്പോസിറ്റിൻ്റെ വേറൊരു പേരാണ് ഹൈബ്രിഡ് അക്കൗണ്ട്. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിൽ വരുന്നത് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടുമാണ്. ടേം ഡെപ്പോസിറ്റിൽ വരുന്നത് റെക്കറിംഗ് അക്കൗണ്ടും ഫിക്സഡ് അക്കൗണ്ടും. കാസ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടും സേവിംഗ് അക്കൗണ്ടും തമ്മിലുള്ള കോമ്പിനേഷനാണ്. റാഫ എന്ന് പറയുന്നത് റെക്കറിംഗ് അക്കൗണ്ടും ഫിക്സഡ് അക്കൗണ്ടും തമ്മിലുള്ള കോമ്പിനേഷനാണ്. സെക്ഷൻ 58 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത് സെക്ഷൻ 58 ഓഫ് KCS ആക്ട് 1969 ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ബോറോവിങ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബോറോ ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് ആണ് സെക്ഷൻ 58 പറയുന്നത്. അതായത് മാക്സിമം ബോറോവിങ് പവറിനെ കുറിച്ചാണ് പറയുന്നത്. മാക്സിമം ബോറോവിങ് പവർ ബേസ്ഡ് ഓൺ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും റിസർവ് ഫണ്ടിൻ്റെയും 150 ടൈംസിൽ കൂടാൻ പാടില്ല മാക്സിമം ബോറോവിങ് പവർ. മാക്സിമം ബോറോവിങ് പവർ ഷാൽ ബി മാക്സിമം 150 ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട്. അടുത്ത ചോദ്യം, RBI സ്റ്റാർട്ടഡ് ആസ് ഡാഷ് ബാങ്ക്. RBI സ്റ്റാർട്ടഡ് ആസ് ഡാഷ് ബാങ്ക്. ഉത്തരം ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് RBI സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ 5 crores. RBI നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1-നാണ്. RBI നാഷണലൈസ് ചെയ്തത് 1949 ജനുവരി 1-നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഹെഡഡ് ബൈ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഹെഡഡ് ബൈ ഉത്തരം H. കാൾവേർട്ട്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ ഹെഡായിരുന്നു H. കാൾവേർട്ട്. 1926 ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഈ ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1928-ലാണ്. ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദെയർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോയൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. റെഗുലേറ്റഡ് മാർക്കറ്റ്സ് റെക്കമെൻഡ് ചെയ്തത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. NCCT വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി ഡാഷ് 5-year പ്ലാൻ. NCCT വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി ഡാഷ് 5-year പ്ലാൻ. ഉത്തരം 5th 5-year പ്ലാൻ. NCCT എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. നിലവിൽ വന്നത് 1976 ജൂലൈയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് NCCT ഫോം ചെയ്യുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മിർദ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. മിർദ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. കമ്മിറ്റി ഓൺ കോപ്പറേഷനാണ് മിർദ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു റാം നിവാസ് മിർദ. 1965 കമ്മിറ്റി ഓൺ കോപ്പറേഷനെ ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ റെഫർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്